മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ രുചികരമായ ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ മസാലക്കൂട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ. ഇനി ഈ ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ ഒരു മസാലക്കൂട്ട് നമുക്ക് ആദ്യമേ റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, അത് ഏകദേശം ഒരു 15 പീസോളം വെളുത്തുള്ളി വരും. 10 പീസ് ചെറിയുള്ളിയും 2 തണ്ട് കറി ലീഫും അതുപോലെ തന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ള 6 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ 2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്, ഈ ബീഫ് ഫ്രൈ. അതുകൊണ്ടാണ് ഇത്രയധികം മസാലക്കൂട്ട് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിലും കുറച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തി തന്നെ ചെയ്യേണ്ടതാണ്. 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകമുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഇവയൊന്ന് ചതച്ചെടുക്കണം. ഉള്ളിയൊക്കെ ചേർത്തത് കൊണ്ട് നമുക്കല്ലാതെ തന്നെ ഇത് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളിയൊക്കെ ചതച്ചെടുത്ത ആ ഒരു കൂട്ടിലോട്ട് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അവയും കൂടെ ചേർത്തൊന്ന് ഒതുക്കിയെടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇനി നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന മസാലക്കൂട്ടോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കിലോ അളവിലാണ് ബീഫ് എടുത്ത് വെച്ചിരിക്കുന്നത്. ബീഫ് ഫ്രൈയുടെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് നാളികേര കൊത്തും കൂടെ ചേർക്കുമ്പോഴാണല്ലോ. ഞാൻ 1 കപ്പ് അളവിൽ നാളികേര കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തതിനെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ലത് കൈകൊണ്ട് തന്നെ തിരുമ്മി ഈ മസാലക്കൂട്ടെല്ലാം ബീഫിലോട്ട് പിടിപ്പിച്ചെടുക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കി നിങ്ങൾ ബീഫ് ഫ്രൈ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല കിടു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. ഇങ്ങനെ മസാലയെല്ലാം പുരട്ടി വെച്ച ശേഷം ഞാനൊരു അരമണിക്കൂർ ഈ കുക്കറിൽ തന്നെ അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴേ ആ ബീഫിലോട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 വിസിൽ അടുപ്പിച്ച് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ട് വേവിന് ചിലപ്പം വ്യത്യാസം വരും. അത് നോക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ബീഫൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടിയുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുത്തേക്കുന്നത്. ആ വെള്ളം കുറച്ചും കൂടി ഉള്ളത് നമുക്ക് വറ്റിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ബീഫിലുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 2 കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്ക് ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ കോൺഫ്ലോറും അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ബീഫ് നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നിനോട് ഒട്ടാത്ത രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടെല്ലാം ബീഫിൻ്റെ ഓരോ പീസിലും നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടിംഗ് കൂടെ കൊടുക്കുന്നത്. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നല്ല രീതിയിൽ തന്നെ ബീഫിലാകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ നല്ല കറുത്ത കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് അളവിൽ ചെറിയുള്ളി നെടുകെ പിളർന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്.
നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കണം. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇവ രണ്ടും കൂടെ ചേർത്തിട്ടുള്ളൊരു ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറിയപ്പോഴത്തേക്കിനും ഒരു 2 വറ്റൽമുളക് നുറുക്കിയോടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാനും, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ തയ്യാറാക്കുന്ന ബീഫ് ഫ്രൈ ഇച്ചിരി സ്പൈസി ആയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച കുരുമുളക് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി ആ കുരുമുളകും ഒക്കെ ഒന്ന് മൂത്ത് കിട്ടണമല്ലോ, അതുവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഉള്ളിയൊക്കെ മൂത്ത് നിറമൊക്കെ മാറി വന്നപ്പോഴത്തേക്കിന് ഇനി ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇളക്കി എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ്. എന്നാലേ അതിൻ്റെ നിറമൊക്കെ കറക്റ്റായിട്ട് മാറി നമുക്ക് കിട്ടുകയുള്ളൂ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിത് ചില സമയം എടുത്തിട്ട് നമ്മൾ ഫ്രൈ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്ത് വരാറായല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കിടു കോമ്പിനേഷനാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ഒരു സൈഡ് ഡിഷാണ് ഈ ബീഫ് ഫ്രൈ. കുട്ടനാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇത് ഞങ്ങൾ ക്രിസ്മസിനും അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലാണ് ബീഫ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും. നമ്മൾ ചെറിയ തീയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴേ നമ്മൾ ആ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് നമ്മുടെ ബീഫ് ഫ്രൈക്ക് കിട്ടുകയുള്ളൂ. നാളികേര കൊത്തൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് അതും കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണല്ലോ. ഇത് സെർവ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കറക്റ്റായിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മസാലക്കൂട്ടൊക്കെ ഓരോ പീസിലും നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കുരുമുളകും ഒക്കെയുള്ള നല്ല എരിവുള്ള ഒരു ബീഫ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയും എരിവും ഇത്രയും ക്വാണ്ടിറ്റിയിലല്ല നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ആ ചേർത്ത അളവൊക്കെ ഒന്ന് കുറച്ച് ചേർത്താൽ മതി. സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പൊറോട്ടയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ ഉള്ളിയും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ രുചി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ വർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.